ഇയാൾ 7,500 രൂപ വിലമതിക്കുന്ന ഒരു ഫോൺ ഈ മകന്, സിന്ധുവിൻ്റെ മകന് വാങ്ങിക്കൊടുക്കുന്നുണ്ട്. 12 വയസ്സുള്ളൊരു മകൻ അമ്മയെ കണ്ടില്ലല്ലോ എന്ന് തിരക്കാതിരിക്കാൻ അത് തന്നെ ധാരാളം. പിറ്റേന്നും ഈ മകൻ ഇതേപടി അമ്മ എവിടെയെന്ന് അന്വേഷിക്കുമ്പോൾ അമ്മ ആർക്കൊപ്പമോ പോയി എന്ന്, ബാഗുമായി ആർക്കൊപ്പമോ പോയി എന്നാണ് ഇയാൾ മകനോട് പറയുന്നത്. 2 ദിവസത്തിന് ശേഷം 15-ാം തീയതി, 12-ാം തീയതി പുലർച്ചെയാണ് ഈ കൃത്യം നടക്കുന്നത്. അതിനുശേഷം 15-ാം തീയതിയാണ് ഈ സിന്ധുവിൻ്റെ ബന്ധുക്കൾ സിന്ധുവിനെ കാണാനില്ലെന്ന് കാണിച്ച് വെള്ളത്തൂവൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത്. വെള്ളത്തൂവൽ സ്ഥലത്തെത്തുന്നത് 15-ാം തീയതി രാവിലെയോടെയാണ്. 15-ാം തീയതി സ്ഥലത്തെത്തി അന്വേഷണം നടത്തുന്നു. ബിനോയുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, ബിനോയ് 8ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. വെള്ളത്തൂവൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ 8ഓളം കേസ് ഇയാൾക്കെതിരെയുണ്ട്. ഇടുക്കിയിൽ അക്ഷയ കേന്ദ്രത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഒരു കേസടക്കം നിരവധി കേസുകൾ ഇയാൾക്കെതിരെയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പശ്ചാത്തലമുള്ളയാളോട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പിറ്റേ ദിവസം സ്റ്റേഷനിൽ ഹാജരാകാനാണ് പോലീസ് ആവശ്യപ്പെട്ടത്, വെള്ളത്തൂവൽ പോലീസ്. എന്നാൽ 16-ാം തീയതി മുതൽ ബിനോയിയെ കാണാനില്ല. ബിനോയ് അവിടെ നിന്ന് മുങ്ങി. ബിനോയ് പോകുന്നത് പുറ്റടി വഴി, വീട്ടിൽ നിന്ന് ഏലക്കായ എടുത്ത് ടൗണിലേക്ക് പോകുന്നു. ടൗണിൽ നിന്ന് പുറ്റടി വഴി തമിഴ്നാട്ടിലെത്തി മധുരയിലാണ് ഇയാൾ ഒളിവിൽ താമസിക്കുന്നത്. മധുരയിൽ ഒളിവിൽ താമസിക്കുന്നു. അതേസമയം പോലീസ് അന്വേഷണം നടക്കുന്നു. ഈ സമയത്തൊന്നും സിന്ധുവിൻ്റെ മൃതദേഹം എവിടെയെന്ന് കണ്ടെത്താനായിട്ടില്ല.